നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. 962 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കേരളത്തിൽ ആദ്യമായാണ് പോലീസ് ഇത്രയും അളവിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ തൃത്താല മണ്ഡലത്തിലെ തലക്കശ്ശേരിയിൽ നിന്നാണ് 962 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടുന്നത്. പട്ടാമ്പി പെരുമടിയൂർ സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ 34 വയസ്സുള്ള ഷമീറാണ് പിടിയിലായത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി പി മനോജ് കുമാർ, പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ മനോജ് ഗോപി, സബ് ഇൻസ്പെക്ടർ എം സുഭാഷ്, കെ ഹംസ എന്നിവരുടെ നേതൃത്വത്തിലുള്ള തൃത്താല പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ പ്രതിയെ പിടികൂടിയത്. ചാലിശ്ശേരിയിൽ യുവാവിന് സൂര്യതാപമേറ്റു. ചാലിശ്ശേരി സ്വദേശി വാഗ്യപ്പാടത്ത് നാസറിനാണ് സൂര്യതാപമേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും ചാലിശ്ശേരി സെന്ററിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്നതിനിടെയായിരുന്നു സൂര്യതാപം ഏറ്റത്. ക്ഷീണവും കഴുത്തിനു പുറകിൽ പൊള്ളലും അനുഭവപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് കഴുത്തിൽ വലിയ പാട് കാണുന്നത്. വാർഡ് മെമ്പർ ശിവാസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി നാസറിനെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. തൃശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന സാരഥികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റം നടന്നത്. മെയ് 6-നാണ് തൃശൂർ പൂരം. സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും മെയ് 4-ന് നടക്കും. പൂരവിളംബരമായി 5-ന് രാവിലെ 9-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറക്കും. 6-നാണ് പൂരങ്ങളുടെ പൂരം. 7-ന് ഉപചാരം ചൊല്ലിപ്പിരിയും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയ്ക്ക് കൊടിയേറ്റി. പാറമേക്കാവിൽ 12:30-നാണ് കൊടിയേറ്റം നടന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. പാരമ്പര്യ അവകാശികളായ താഴ്ത്തുപുരയ്ക്കൽ സുന്ദരനും സുഷിത്തും കൊടിമരം ഒരുക്കി. 3 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള പൂരപ്പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. 3:30-ന് നായ്ക്കനാലിലും നടുവിലാലും പൂരപതാകകൾ ഉയർന്നു. പാറമേക്കാവിൽ വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ദേശക്കാർ കൊടിയുയർത്തി. പരമ്പരാഗത അവകാശി ചെമ്പിൽ കുട്ടനാശാരിയാണ് കൊടിമരമൊരുക്കുക. ക്ഷേത്ര സമുച്ചയത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും പൂരക്കൊടി ഉയർത്തി. 5 ആനകളും മേളവുമായി പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണികനായുള്ള മേളം അകമ്പടിയായി. കണിമംഗലം, പനമുക്കുംപള്ളി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ ഘടകക്ഷേത്രങ്ങളിലും ബുധനാഴ്ച കൊടിയേറ്റം നടന്നു. അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. എരുമപ്പെട്ടി പതിയാരം ആളൂർ പരേതരായ ആന്റണിയുടെയും റോസിയുടെയും മകനാണ്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രമാദമായ നിരവധി കേസുകളിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിച്ചാണ് ശ്രദ്ധേയനായത്. തുടർന്ന് പല വിവാദ കേസുകളും ഏറ്റെടുക്കുകയായിരുന്നു. പതിയാരം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് സ്വദേശത്ത് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. പെരുന്നാളിന്റെ മുഖ്യ പ്രസിദ്ധന്തിയായിരുന്നു. പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിൽ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഉച്ചയോടെ മരണം സംഭവിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിയിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് ലഭ്യമാക്കുന്നു. ഇതിന്റെ പ്രഖ്യാപനവും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. എല്ലാവർക്കും വീട് എന്ന പ്രഖ്യാപനവും ഗുണഭോക്താക്കളുടെ സംഗമവുമാണ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നത്. മുഹമ്മദ് മോസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വലിയൊരു ഇനീഷ്യേറ്റീവ് കുറച്ച് സമയമെടുത്ത് ചിലപ്പോൾ കുറെ കാലത്ത് ആ ലിസ്റ്റിലുണ്ടാവും. പക്ഷെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി 7 കോടി അതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നിലവിലുള്ള രേഖകളെല്ലാം ക്ലിയർ ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാണ്. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് വീട് യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് കേരളത്തിലാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളുടെ പരമാവധി 2.5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലാണ് 4 ലക്ഷം രൂപ. പക്ഷെ 4 ലക്ഷം രൂപ കൊണ്ടൊരു വീടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, കെ അശോകൻ, മുജീബ് റഹ്മാൻ, മറ്റു മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളയും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായി തൃത്താല BRC പരിധിയിലെ തെരഞ്ഞെടുത്ത പൊതുവിദ്യാലയങ്ങൾക്കായി iLab പഠനോപകരണങ്ങൾ വിതരണം നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. BPC P ദേവരാജ് അധ്യക്ഷത വഹിച്ചു. UP ക്ലാസുകളിലെ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിക് കെമിക്കലുകൾ, ലാബ് ഉപകരണങ്ങൾ, വിവിധ മോഡലുകൾ, സുരക്ഷിത ഉപകരണങ്ങൾ, ടൂൾസുകൾ എന്നിവ ഉൾപ്പെടുന്ന 113 ഇനങ്ങളും സ്റ്റോറേജ് ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത്. പ്രധാന അധ്യാപകർ, ശാസ്ത്ര അധ്യാപകർ, BRC അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. CRCC-AC പ്രജിഷ പദ്ധതി വിശദീകരണം നടത്തി. GLPS വട്ടനാട് പ്രധാനാധ്യാപിക പ്രീത, രമ്യ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ PMAY പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ A സാബിറ സംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് PMAY ഗുണഭോക്തൃ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഷാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഈ ഭവന പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്യുമ്പോൾ 1,20,000 രൂപ എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഗുണഭോക്താവിനും നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 60% കേന്ദ്ര ഗവൺമെന്റും 40% ഏത് സംസ്ഥാനത്താണോ ഈ വീട് അനുവദിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെന്റും അനുവദിച്ചുകൊണ്ട് 1,20,000 രൂപ വീട് വയ്ക്കുന്നതിന് വേണ്ടി നൽകുക എന്നുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 1,20,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കേരളത്തിൽ ഭവന പദ്ധതികൾക്ക് നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ലൈഫ് ഭവന പദ്ധതിയാണെങ്കിലും PMAY ഭവന പദ്ധതിയാണെങ്കിലും ഒരു ഗുണഭോക്താവിന് നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. ഈ 4 ലക്ഷം രൂപയുടെ ഓരോ വിഹിതവും എങ്ങനെയാണെന്ന് ഇവിടെ കൃത്യമായി കൊണ്ട് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു തന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ 1,20,000 രൂപ എന്നുള്ളതിൽ 48,000 രൂപ അതത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് അടച്ചതിന് ശേഷം 4 ഗഡുക്കളായിട്ട് നമുക്ക് വീട് വെക്കുന്നതിന് നൽകുക എന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം വിതരണം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി ഏടത്തോൾ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PTM ഫിറോസ്, K ബിന്ദു, P പ്രസന്ന, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ, എക്സ്റ്റൻഷൻ ഓഫീസർ ഹൗസിംഗ് TB ഷിജു, ജോയിന്റ് BDO CP അനിൽകുമാർ സംസാരിച്ചു. ജനറൽ വിഭാഗത്തിൽ 78 പേർക്കും SC വിഭാഗത്തിൽ 30 പേർക്കുമാണ് വിഹിതം നൽകിയത്. ആകെ 109 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. PMAY ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ സാമ്പത്തിക വർഷവും ജനറൽ വിഭാഗത്തിൽ ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് അടുത്ത സാമ്പത്തിക വർഷത്തോടെയും വീട് നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അറിയിച്ചു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി ഹാപ്പിനെസ് പാർക്ക് ആരംഭിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. കൊപ്പം സർക്കാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന കുട്ടികൾ ഇനി ഹാപ്പിയാകും. കുട്ടികൾക്കായി ആശുപത്രി നിർമ്മിച്ച ചിൽഡ്രൻസ് ഹാപ്പിനെസ് പാർക്ക് തുറന്നുകൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത്. കുട്ടികൾക്ക് കളിക്കാനായി ഊഞ്ഞാൽ, സീസോ, മെറിഗോ ഗ്രൗണ്ട്, സ്ലൈഡർ തുടങ്ങിയാണ് ഒരുക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന് ഇനിയും കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും
വരുന്ന വർഷത്തിലെ ഫണ്ട് വെച്ചുകൊണ്ട് കൂടുതൽ ഇത് മെച്ചപ്പെടുത്തുന്നതിന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കമാണ്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിൽ നമ്മുടെ ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ വരുന്ന രോഗികളും അതിന് തൃപ്തരാണ്. പക്ഷേ എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിന് വേറെ കുറവുകളും ഉണ്ടാവുകയാണ്. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് വലിയൊരു വാർത്തക്കായി നമ്മുടെ ആശുപത്രിയുടെ പേരിന് കളങ്കം വരുത്തിക്കൊണ്ടാണ് ഇവിടെ ആളുകൾ അതിന് ശ്രമിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഇവിടെ വന്നു പോകുന്ന ആളുകൾ ഇവിടുത്തെ കാര്യത്തിൽ തൃപ്തരാണ്. കാരണം ഇവിടുത്തെ മരുന്നുകളായാലും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനവും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറെ തൃപ്തികരമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരിയായ മെഡിക്കൽ ഓഫീസർ ഒരുപാട് ഈ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നീമ ഇസ്മായിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എസ് സരിത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരി, ബ്ലോക്ക് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇസ്മായിൽ വിളയൂർ, ഡോക്ടർ ആശ ജലാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കളിക്കാൻ ഊഞ്ഞാലുണ്ട്, അതുപോലെ സീസമുണ്ട്, മെറിഗോ റൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സ്പേസ് ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് മാതിരിയുള്ള സാധനങ്ങൾ. വിളയൂരിൽ പഞ്ചായത്ത് തല അധ്യാപക സംഗമവും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും നടന്നു. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ വിളിയൂർ പഞ്ചായത്തല പ്രഖ്യാപനവും അധ്യാപക സംഗമവുമാണ് വിളിയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വെച്ച് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ LP UP ഹൈസ്കൂൾ വിഭാഗം അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇനി 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലും പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ സമയമാണ്. മൂല്യനിർണ്ണയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9, 10 ക്ലാസ്സുകൾ 8ാം ക്ലാസ് മുതൽ തന്നെ വലിയ രീതിയിൽ കുട്ടികളുടെ ശേഷി അളന്നുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ആകെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പൂർണ്ണമായി ഗുണമേന്മ ഓരോ മേഖലയിലും, ഓരോ വിഷയത്തിലാണെങ്കിലും, വിദ്യാർത്ഥികളുടെ ശേഷിയിലാണെങ്കിലും, അധ്യാപകരുടെ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും, ടീച്ചിങ് മെത്തേഡിലാണെങ്കിലും, മറ്റെല്ലാ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പൂർണ്ണമായി ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലൂടെ കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെയുമുള്ള വിദ്യാർത്ഥികളുമായി മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ പ്രാപ്തമാക്കുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഇന്ന് സമ്പൂർണമായി ഡിജിറ്റലൈസ് ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖല കേരളമാണ്. നീതി ആയോഗിന്റെ കണക്കനുസരിച്ചുകൊണ്ട് പശ്ചാത്തല സൗകര്യങ്ങളടക്കം മറ്റു പല മേഖലയിലും നമുക്ക് ഒന്നാമതും അല്ലെങ്കിൽ രണ്ടാമതും ഒക്കെയായി ഏറ്റവും മുന്നിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. എന്നാൽ ഗുണമേന്മയുടെ കാര്യത്തിൽ നമ്മൾ മോശമൊന്നുമല്ല, പക്ഷെ നമ്മൾ ഇപ്പൊ പുതിയ കാലത്തിന്റെ അനുസരിച്ച് മത്സരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, AO ബാബുരാജ്, BPC VP മനോജ്, ഫെബിന ആസ്ബി, നീലടി സുധാകരൻ, സ്കൂൾ പ്രധാനാധ്യാപിക നിഷ, രേഖ, MP നാരായണനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.